നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് ഗ്രാമോദ്ധാരണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നടന്നു. സംവിധായകൻ പ്രിയനന്ദൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപ തുക എന്ന് ലഭിക്കുമെന്ന ചോദ്യത്തിന്റെ പേരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് മുന്നിൽ വിഷമത്തിലായ വയോധികയ്ക്ക് ബാങ്കിൽ നിന്ന് അടിയന്തര ആശ്വാസം. ഇരുപത്തിയാറാമത് തൃപ്രിയർ നാടക വിരുന്നിന് ഈ മാസം 21-ന് ഞായറാഴ്ച തുടക്കമാകും. ഇത്തവണ 12 നാടകങ്ങളാണ് തൃപ്രിയ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിലെ വേദിയിൽ അരങ്ങേറുക. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗവൺമെന്റ് ഗ്രാമോദ്ധാരണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നടന്നു. സംവിധായകൻ പ്രിയനന്ദൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കലയുടെ വെളിച്ചം ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊളുത്താൻ കഴിഞ്ഞതിലുള്ള വളരെയേറെ അഭിമാനമുണ്ട്. ഔപചാരികമായി ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായി അറിയിക്കുന്നു. പിന്നെ ഏറ്റവും വലിയൊരു കുട്ടികൾ വരുന്നില്ല, പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയൊരു തടസ്സം പഴയ കാലത്തേക്കാളും പുതിയ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് വരാൻ കാരണമെന്ന് പറയുന്നത് എല്ലാ ആളുകളും നമ്മൾ 1-ാം ക്ലാസ് ലഭിക്കുകയാണ്. എല്ലാ ആളുകളും പഠിപ്പിലും എടുക്കലാവുക, ഒരു മാർക്ക് പോലും കുറയരുതെന്ന് പറയുന്ന ഒരു വലിയ അജണ്ട നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ അധ്യാപകർക്കുണ്ടെന്നതാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തോറ്റു പോകരുത്, എല്ലാ വിഷയത്തിലും A+ വേണം, എല്ലാ ആൾക്കാരും എന്നാൽ മാത്രമേ എല്ലാവരും മിടുക്കന്മാരാകൂ, മിടുക്കുകളാകൂ എന്നുള്ളൊരു കാര്യങ്ങളുണ്ട്. അതിനും അപ്പുറത്തു നിന്ന് കുഞ്ഞുങ്ങളുടെ സർഗാത്മകത എന്താണ്, അവരേത് വിഷയത്തിലാണ് സ്പെഷ്യലിസ്റ്റുകളാവുന്നത്, അല്ലെങ്കിൽ ഏത് അർത്ഥത്തിലേക്കാണ് അവർക്ക് വളരാൻ സാധ്യമാകുന്നത് എന്നുള്ള തരത്തിലും അന്വേഷണങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളൊരു പക്ഷേ ഒരു സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് പഠിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ അറിയാം. ചിലപ്പോൾ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ഏറ്റവും മോശം കുട്ടി ചിലപ്പോൾ 10-ാം ക്ലാസ്സിൽ റാങ്ക് മേടിച്ചെന്ന് വരാം. 10-ാം ക്ലാസ്സിൽ പലപ്പോഴും പഴയ കാലത്ത് തോറ്റ കുട്ടികളൊക്കെ പിന്നീട് വലിയ മിടുക്കന്മാരായിട്ടുള്ള രീതിയിൽ മാറിപ്പോയിട്ടുള്ള ആളുകളെയും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. PTA പ്രസിഡന്റ് MS അലക്സി, പ്രിൻസിപ്പൽ പ്രീതി വർഗീസ്, PTA വൈസ് പ്രസിഡന്റ് പ്രസീത മഹേഷ്, MPTA പ്രസിഡന്റ് അജിത, VHSC പ്രിൻസിപ്പൽ DS മനു, പ്രധാന അധ്യാപിക K ലില്ലി ജോസ്, SMC ചെയർമാൻ PA ഷമീർ, OSA പ്രസിഡന്റ് ഷംനാസ് ഇബ്രാഹിം, സീനിയർ അധ്യാപിക KB ശ്രീല, K ഹേമ എന്നിവർ സംസാരിച്ചു. ഈ കലോത്സവം ചാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആവശ്യമായ പരിപാടികളൊന്നുമില്ല, വളരെ ശുഷ്കമായി പോവും, കുട്ടികൾ പരിപാടിക്കൊന്നുമില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇതിൻ്റെ ഒരു തുടക്കമൊക്കെ. ആരും റിപ്പോർട്ട് ചെയ്യണില്ല എന്നുള്ളത്. പിന്നീട് എല്ലാ പരിപാടികളിലും ആവശ്യത്തിലേറെ കുട്ടികൾ ഇപ്പോൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമുക്ക് വൈകുന്നേരം വരെ 2 സ്റ്റേജിലും ഫുള്ളായിട്ട് പ്രോഗ്രാം ഉണ്ടാവും. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ആഘോഷമായിട്ട് നടക്കുമെന്ന് കേട്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇത്തരം കായിക മത്സരങ്ങളെല്ലാം നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. ഇന്ന് പുതിയ തലമുറയ്ക്കുള്ള ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 ഇഞ്ച് സ്ക്രീനിൽ സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു 7 ഇഞ്ച് സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേരുകൾ. മനസ്സിന്റെ മുറ്റത്ത് മുല്ല നട്ടു, നീയൊരു മുല്ല നട്ടു. മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. അമ്മ കിതച്ചും വിറച്ചും നടക്കുന്നു തന്മയിൽ
തളർച്ച മറന്നു നടക്കുന്നു. തർക്കിച്ചും തങ്ങളിൽ കൊല്ലുന്ന. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപ തുക എന്ന് ലഭിക്കുമെന്ന ചോദ്യത്തിന്റെ പേരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് മുന്നിൽ വിഷമത്തിലായ വയോധികയ്ക്ക് ബാങ്കിൽ നിന്ന് അടിയന്തര ആശ്വാസം. പൊറുത്തിശ്ശേരി സ്വദേശിനി ആനന്ദവല്ലിക്കാണ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് മരുന്ന് വാങ്ങാൻ പണം ലഭിച്ചത്. കഴിഞ്ഞ ദിവസം പൊറുത്തിശ്ശേരി കണ്ടാരം തറയിൽ കലുങ്ക് സംവാദം നടന്നിരുന്നു. ഇതിനിടെ അവിടെ എത്തിയ ആനന്ദവല്ലി കരുവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളതായും അതെന്ന് ലഭിക്കുമെന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ചിരുന്നു. ED പിടിച്ചെടുത്ത കാശ് മുഖ്യമന്ത്രി സ്വീകരിച്ച് അത് നിക്ഷേപകർക്ക് വീതിച്ച് കൊടുക്കാൻ പറയണമെന്നായിരുന്നു വയോധികയ്ക്ക് സുരേഷ് ഗോപി നൽകിയ മറുപടി. തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും വയോധികയെ വേദനിപ്പിച്ചിരുന്നു. സുരേഷ് ഗോപിയെ കാണുന്നതിന് പകരം ബാങ്ക് അധികൃതരെ കണ്ടാൽ മതിയായിരുന്നുവെന്ന് വയോധിക മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇതിനിടെയാണ് ഇവർ മരുന്ന് വാങ്ങാനുള്ള പണത്തിനായി ബാങ്കിൽ അപേക്ഷ നൽകിയത്. ആവശ്യപ്പെട്ട പണം ബാങ്കിൽ നിന്ന് ലഭിച്ചതായും ആവശ്യത്തിനനുസരിച്ച് പണം നൽകാമെന്നും അധികൃതർ അറിയിച്ചെന്നും ആനന്ദവല്ലി പറഞ്ഞു. കരന്തറയിൽ പോയി സുരേഷ് ഗോപിനെ കണ്ട നേരത്ത് എനിക്ക് ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഈ കാശ് പണ്ടേ കിട്ടിയേനായിരുന്നു. ബാങ്കിന്റെ ആളുകളെ കണ്ടു, എനിക്ക് കാശ് കിട്ടി, വളരെ സന്തോഷമായി. മരുന്ന് മേടിക്കാൻ കാശായി. ഇനി ആവശ്യമുള്ളപ്പോഴത്തേക്ക് അവരെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. പ്രശ്നം ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് അടിയന്തര ഇടപെടലുണ്ടായതെന്ന് CPIM പൊറുത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RL ജീവൻലാൽ പറഞ്ഞു. ആനന്ദവല്ലി ചേച്ചിയുടെ വിഷയം ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ശ്രദ്ധയിൽപ്പെട്ട മുറയ്ക്ക് ന്യായമായ പരിഹാരം കണ്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ സന്തോഷം അവരും പങ്കുവച്ചതായി, ആനന്ദവല്ലി ചേച്ചിയും പങ്കുവച്ചതായി വാർത്തകളിലൂടെ അറിയാൻ സാധിച്ചു. അതേസമയം പ്രായമായ മനുഷ്യരോട് പൊതുസമൂഹത്തിൽ മാന്യമായി ഇടപെടാൻ കേന്ദ്രമന്ത്രിയും MP-യുമായ സുരേഷ് ഗോപി പഠിക്കണം. തുടർച്ചയായി പ്രായമായ മനുഷ്യരെയും ആളുകളെയും എല്ലാം പൊതുസമൂഹത്തിൽ അപഹസിച്ചുകൊണ്ട് കൂടെയിരിക്കുന്ന BJP പ്രവർത്തകരുടെ കയ്യടി നേടാൻ വേണ്ടി തോന്നിവാസം പറയുന്ന നില തുടരുകയാണ്. ആ നിലയിൽ നിന്ന് മാറി ജനാധിപത്യ മര്യാദയോടുകൂടി ജനാധിപത്യ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പെരുമാറാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തയ്യാറാകണം. 26ാമത് തൃപ്രയാർ നാടക വിരുന്നിന് ഈ മാസം 21-ന് ഞായറാഴ്ച തുടക്കമാകും. ഇത്തവണ 12 നാടകങ്ങളാണ് തൃപ്രയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിലെ വേദിയിൽ അരങ്ങേറുക. 21-ന് കൊല്ലം അനശ്വരയുടെ ആകാശത്തൊരു കടൽ എന്ന നാടകത്തോടെ നാടകവിരുന്ന് ആരംഭിക്കും. തുടർന്നുള്ള ദിവസങ്ങളിലായി അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു വയസ്സ് 84, കായംകുളം പീപ്പിൾസിന്റെ അങ്ങാടിക്കുരുവികൾ, പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യയുടെ ഗാന്ധി, കാഞ്ഞിരപ്പള്ളി അമലയുടെ ഒറ്റ തുടങ്ങി വിവിധ നാടകങ്ങൾ അരങ്ങേറും. ഒക്ടോബർ 1-ന് ബുധനാഴ്ച വൈകിട്ട് 6:30-ക്ക് നാടകവിരുന്നിന്റെ സമാപന സമ്മേളനം നടക്കും. മികച്ച സഹനടനുള്ള ദേശീയ അവാർഡ് നേടിയ വിജയരാഘവന് സമാപന സമ്മേളനത്തിൽ സ്വീകരണം നൽകും. തുടർന്ന് കോഴിക്കോട് സങ്കീർത്തനയുടെ കാലം പറക്കണ് എന്ന നാടകം അരങ്ങേറും. ഒക്ടോബർ 2-ന് തിരുവനന്തപുരം സംഘകേളിയുടെ ലക്ഷ്മണരേഖ എന്ന നാടകത്തോടെ നാടകവിരുന്നിന് സമാപനമാകും. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കാണ് നാടകം അരങ്ങേറുക. തൃപ്രയാർ ജംഗ്ഷനിലെ നാസ് കോംപ്ലക്സിലുള്ള നാടകവിരുന്ന് സംഘാടക സമിതി ഓഫീസിൽ നിന്ന് പ്രവേശന പാസ് ലഭിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, ജനറൽ കൺവീനർ KV രാമകൃഷ്ണൻ, MR ഗോപാലകൃഷ്ണൻ, KR മധു, KV സദാശിവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രിയദർശിനിയേക്കാൾ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാനായിട്ട് ഓഡിറ്റോറിയത്തിൽ, നമ്മുടെ TST ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞു. കാരണം പ്രിയദർശിനിയിൽ ഒരു 750 മാക്സിമം 700 പേരൊക്കെ ഉൾക്കൊള്ളുമെങ്കിലും നമ്മുടെ അവസാനത്തെ നാടകം ഡ്രാക്കുളയൊക്കെ കളിച്ചപ്പോൾ ഒരു 1000-1200 പേരോളം അത് കാണാനായിട്ടുണ്ടായി. അപ്പൊ അത്രയും പേരുള്ള വലിയ നാടകങ്ങൾ വന്നപ്പോ പ്രിയദർശിനി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കിട്ടാന് നന്നായി എന്നാണ്. കാരണം അത്രയും ജനങ്ങളായിരുന്നു, ആ വലിയ ഓഡിറ്റോറിയം പോലും നിറഞ്ഞൊഴുകയാണ്. എന്തുതന്നെയായാലും കുറവുകളൊക്കെ ന്യൂനതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ ഓഡിറ്റോറിയം, സ്ഥിരം ഓഡിറ്റോറിയം തിരിച്ചു കിട്ടിയ ഒരു സന്തോഷം ഈ വരുന്ന 21-ാം തീയതി ഞായറാഴ്ച മുതൽ ചിട്ടമട്ടമായി ഒരു 12 നാടകങ്ങൾ വളരെ കൃത്യതയോടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് ഒക്ടോബർ 2-ാം തീയതി അവസാനിക്കുകയാണ്.
പത്രാധിപർ സ്മാരക പ്രാദേശിക പത്രപ്രവർത്തക പുരസ്കാരം കേരള കൗമുദി പ്രാദേശിക ലേഖകൻ KB പ്രമോദിന്. കേരള കൗമുദിയുടെ ചേർപ്പിലെ പ്രാദേശിക ലേഖകനാണ് KB പ്രമോദ്. പത്രാധിപർ K സുകുമാരന്റെ 44ാം ചരമദിനത്തിന്റെ ഭാഗമായാണ് പുരസ്കാരം ലഭിച്ചത്. 20 വർഷത്തിലേറെയായി പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുകയാണ് ഇദ്ദേഹം. ചേർപ്പ് കിഴക്കൂട്ട് ബാലകൃഷ്ണന്റെയും രമണിയുടെയും മകനാണ്. SNDP ചേർപ്പ് ശാഖാ പ്രസിഡന്റ് EV ഉണ്ണികൃഷ്ണൻ, ശാഖാ സെക്രട്ടറി ഷിജു ചക്കാമഠത്തിൽ എന്നിവർ ചേർന്ന് പുരസ്കാരം വിജയിയെ ആദരിച്ചു. ചേർപ്പിലെ തന്നെ മികവറ്റ വാർത്തകളും ലേഖനങ്ങളും എഴുതി പ്രശസ്തി ഉണ്ടാക്കിയ പ്രമോദ് ഇപ്പോ കൗമുദി പത്രത്തിന്റെ പ്രാദേശിക ലേഖനായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും നല്ല പ്രാദേശിക ലേഖകന്റെ അവാർഡാണ് പടുത്ത് കൗമുദി പത്രത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. അതിന് ചേർപ്പ് SNDP ശാഖയുടെ ഭാരവാഹികളുടെ ഒരു അനുമോദനമാണ് നമ്മളോട് ചെയ്യുന്നത്. നന്ദി പ്രമോദ്. ഇനിയും നല്ല നല്ല ലേഖനങ്ങൾ എഴുതിയുണ്ടാക്കട്ടെ. 26ാമത് തൃപ്രയർ നാടക വിരുന്നിനോടനുബന്ധിച്ചുള്ള സോവനീർ പുറത്തിറക്കി. നാടക വിരുന്ന് സംഘാടക സമിതി ഓഫീസിലായിരുന്നു സോവനീർ പ്രകാശനം നടന്നത്. നാടക വിരുന്ന് സംഘാടക സമിതി രക്ഷാധികാരി MR ഗോപാലകൃഷ്ണൻ സോവനീർ പ്രകാശന കർമ്മം നിർവഹിച്ചു. അർച്ചന സിൽക്സ് ഉടമ KV സദാശിവൻ സോവനീർ ഏറ്റുവാങ്ങി. നാടക വിരുന്ന് ജനറൽ കൺവീനർ KV രാമകൃഷ്ണൻ, പബ്ലിസിറ്റി ചെയർമാൻ KR മധു, കൺവീനർമാരായ KR ബിജു, TS സന്തോഷ്, EK അരവിന്ദൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ KV പ്രവീൺ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിഷൻ 2031 എന്ന പേരിൽ സംസ്ഥാന സർക്കാർ വ്യാപകമായി സെമിനാർ സംഘടിപ്പിക്കും. 2031ഓടെ കേരളത്തെ ലോകം ഉറ്റുനോക്കുന്ന ഇടമാക്കി തീർക്കുകയാണ് വിഷൻ 2031ന്റെ ലക്ഷ്യം. സെമിനാറിന്റെ ലോഗോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. കേരളത്തിന്റെ ഇതുവരെയുള്ള വളർച്ച വിലയിരുത്തി ഭാവി വികസന പാതയെ രൂപപ്പെടുത്താൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് സെമിനാറുകളുടെ ലക്ഷ്യം. ഒക്ടോബറിൽ നടക്കുന്ന സെമിനാറിൽ 33 വിഷയങ്ങളാണ് അപഗ്രഥിക്കുക. അതാത് ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ സെമിനാറിന് നേതൃത്വം നൽകും. സെമിനാറുകളിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിലെ പാനലിസ്റ്റുകൾ പങ്കെടുക്കും. ഇവിടെ ലഭിക്കുന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച് 2026 ജനുവരിയിൽ വിപുലമായ സെമിനാർ സംഘടിപ്പിക്കും. വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ജീവിത സാഹചര്യങ്ങളുള്ള നാടായി കേരളത്തെ മാറ്റാൻ വിഷൻ 2031 പ്രധാന ചുവടുവയ്പ്പാകും. റവന്യൂ, സാമൂഹ്യനീതി, സാംസ്കാരികം എന്നീ വിഷയങ്ങളിലുള്ള സെമിനാറുകൾ തൃശൂർ ജില്ലയിൽ നടക്കുക. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ആർട്സ് ഫെസ്റ്റ് ദ്യുതി സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായാണ് പരിപാടി നടന്നത്. ചിത്രകാരി അനിത വർമ്മ ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഭാവിയിലെ മികച്ച താരങ്ങളെ വാർത്തെടുക്കാൻ സഹായിക്കുന്നതാണ് ദ്യുതി എന്ന ആർട്സ് ഫെസ്റ്റ് എന്ന് അനിത വർമ്മ അഭിപ്രായപ്പെട്ടു. ഇത്തരം അവസരങ്ങൾ ഓരോ കുട്ടികളുടെയും മനസ്സിൽ ജീവിതകാലം മുഴുവനും നിറപ്പകിട്ടോടെ നിലനിൽക്കുമെന്നും അവർ ഓർമ്മിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവി അധ്യക്ഷയായി. സ്കൂൾ മാനേജർ സഞ്ജയ് നായർ, വിദ്യാലയ സമിതി പ്രസിഡന്റ് ഡോക്ടർ ചന്ദ്രശേഖരൻ, ഗീതാരാമൻ, വാർഡ് മെമ്പർ ഷൈജു, പട്ടിക്കാട്ടുകാരൻ എന്നിവർ സംസാരിച്ചു. വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിച്ച കുട്ടികൾ തങ്ങളുടെ സർഗശേഷിയുടെ മാറ്റുരച്ച് ആർട്സ് ഫെസ്റ്റ് ദ്യുതിയെ ശ്രദ്ധേയമാക്കി. തളിക്കുളം എരണേഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ദേവി ഭാഗവത നവാഹ യജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 22-ന് തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ 1 ബുധനാഴ്ച വരെയാണ് യജ്ഞം നടക്കുക. 22-ന് തിങ്കളാഴ്ച വിഗ്രഹപ്രതിഷ്ഠ ഘോഷയാത്രയോടെ ചടങ്ങിന് തുടക്കമാകും. വൈകിട്ട് 4:30 തളിക്കുളം വെങ്ങാലി മുത്തപ്പൻ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര തുടങ്ങുക. പിന്നീട് ഘോഷയാത്ര എരണേഴത്ത് ക്ഷേത്രത്തിൽ സമാപിക്കും. ദീപാരാധനയ്ക്ക് ശേഷം CV പ്രകാശൻ തന്ത്രികൾ ഭദ്രദീപം തെളിയിച്ച് മേൽശാന്തി CS ധനേഷ് വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നതോടെ യജ്ഞചടങ്ങ് ആരംഭിക്കും. കിളിമാനൂർ രാജേന്ദ്രനാണ് യജ്ഞം നയിക്കുക. യജ്ഞത്തിൽ പ്രധാനമായ പാർവതി സ്വയംവര ഘോഷയാത്ര 28-ന് ഞായറാഴ്ച നടക്കും. രാവിലെ 9 മണിക്ക് ശ്രീവല്ലത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെടുക. അന്നദാനം, അഹസ്, ഉണ്ണിയൂട്ട്, പുടവ പൂജ, ഉമാമഹേശ്വര പൂജ എന്നീ വഴിപാടുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാമെന്ന് ഭാരവാഹികളായ പ്രിൻസ് മദൻ, EB ഗുണശീലൻ, EVS സ്മിത്ത്,
ES ഷൈജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തളിക്കുളം എരഞ്ഞത്ത് ഭഗവതി ക്ഷേത്രത്തിൽ 2025 സെപ്റ്റംബർ 22 തിങ്കൾ മുതൽ ഒക്ടോബർ 1 ബുധനാഴ്ച വരെ 9 ദിവസങ്ങളിലായി നടക്കുന്ന ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. തളിക്കുളം വെങ്ങാലി മുത്തപ്പൻ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും സെപ്റ്റംബർ 22 തിങ്കളാഴ്ച വൈകിട്ട് 4:30 പുറപ്പെടുന്ന വിഗ്രഹ പ്രതിഷ്ഠാ ഘോഷയാത്രയോടെ തുടക്കം കുറിക്കുന്നതും ക്ഷേത്രം ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ CB പ്രകാശൻ തന്ത്രികൾ ഭദ്രദീപ പ്രകാശനം നടത്തിയും ക്ഷേത്രം മേൽശാന്തി CF ധനേഷ് ശാന്തി വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയും സമാരംഭിക്കുകയാണ്. പഴുവിൽ ചാഴൂർ റോഡിൽ കാണാതായ വ്യാപാരിയെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാഴൂർ റോഡ് മച്ചുംപുറം സെന്ററിന് സമീപം ഒലവക്കോട് വീട്ടിൽ ഷംസുദ്ദീനാണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് വീട്ടിൽ നിന്ന് ഷംസുദ്ദീനെ കാണാതാകുന്നത്. തുടർന്ന് വീട്ടുകാർ അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. വീട്ടുകാർ ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കിണറ്റിൽ കണ്ടെത്തുന്നത്. കാട്ടൂർ ബസ് സ്റ്റാൻഡിന് സമീപം OK മാക്സി സെന്റർ എന്ന സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു. ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഏങ്ങണ്ടിയൂർ പദയാത്ര സംഘടിപ്പിച്ച BMS ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയാണ് പദയാത്ര നടത്തിയത്. 25ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു BMSന്റെ പദയാത്ര. രാവിലെ 8 മണിയോടെ ചേറ്റുവ ഹാർബറിൽ നിന്നായിരുന്നു പദയാത്രയുടെ തുടക്കം. BMS സംസ്ഥാന സമിതി അംഗം AC കൃഷ്ണൻ പദയാത്ര ഉദ്ഘാടനം ചെയ്തു. പദയാത്ര പിന്നീട് വിവിധ പ്രദേശങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് 5 മണിക്ക് ഏത്തായി സെന്ററിൽ സമാപിച്ചു. BMS സംസ്ഥാന സമിതി അംഗം MK ഉണ്ണികൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PR ബാബു അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ KV പ്രസാദ്, വൈസ് ക്യാപ്റ്റൻ VR രമേശ്, BMS സംസ്ഥാന സമിതി അംഗം P ആനന്ദൻ, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി EC പ്രജിത്ത്, PR ഗോവിന്ദൻ, CS സുധീഷ്, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉഷ സുകുമാരൻ, ഷീന ദിലീപ് കുമാർ, KL ജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിന് ഈ മാസം 22-ന് തുടക്കമാകും. 11 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നവരാത്രി ആഘോഷം. ഈ മാസം 22 മുതൽ ഒക്ടോബർ 2 വരെയാണ് നവരാത്രി ആഘോഷം നടക്കുക. നവരാത്രി ആഘോഷത്തിന് തുടക്കമിട്ട് ഈ മാസം 22-നും 23-നും വൈകിട്ട് നിറമാല നടക്കും. 24-ന് സംഗീതാർച്ചന അരങ്ങേറും. 25-ന് രേവതി ശ്രീനിവാസ് രാഘവൻ മുംബൈ നൃത്യങ്ങൾ അവതരിപ്പിക്കും. 26-ന് ചാക്യാർകൂത്ത് നടക്കും. കലാമണ്ഡലം സംഗീത ചാക്യാറാണ് കൂത്ത് അവതരിപ്പിക്കുക. 27-ന് പൂർണിമ അരവിന്ദ് മുംബൈ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി അരങ്ങേറും. 28-ന് കലാമണ്ഡലം ഷർമിള ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കും. 29-ന് ലക്ഷ്മി നാട്യമണ്ഡപം നയിക്കുന്ന നൃത്യങ്ങൾ അരങ്ങേറും. 30-ന് സംഗീത അർച്ചനയും ഒക്ടോബർ 1-ന് തിരുവാതിരക്കളിയും അരങ്ങേറും. ഒക്ടോബർ 2-ന് പാനാവൂർ ശ്രീഹരി നയിക്കുന്ന തായമ്പകയോടെ നവരാത്രി ആഘോഷത്തിന് സമാപനമാകും. ചൊവ്വൂർ ചെറുവത്തേരി സൗഹൃദ നഗർ സ്വദേശി പുല്ലോക്കാരൻ വീട്ടിൽ പരേതനായ ഔസേപ്പ് ഭാര്യ മറിയാമ്മ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ചാക്കോച്ചൻ, ഷീല എന്നിവർ മക്കളും എൽമർത്തോ, വിൻസൻ എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 10,205 രൂപ, പവന് 81,640 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് ഗ്രാമോദ്ധാരണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നടന്നു. സംവിധായകൻ പ്രിയനന്ദൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു.
കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപ തുക എന്ന് ലഭിക്കുമെന്ന ചോദ്യത്തിന്റെ പേരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് മുന്നിൽ വിഷമത്തിലായ വയോധികയ്ക്ക് ബാങ്കിൽ നിന്ന് അടിയന്തര ആശ്വാസം. ഇരുപത്തിയാറാമത് തൃപ്രയാർ നാടക വിരുന്നിന് ഈ മാസം 21-ന് ഞായറാഴ്ച തുടക്കമാകും. ഇത്തവണ 12 നാടകങ്ങളാണ് തൃപ്രയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിലെ വേദിയിൽ അരങ്ങേറുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.